ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോൾസി മമ്മീസ് വ്ലോഗ്സ്. ഇന്നേ ഒരു ചെറിയൊരു മേക്ക് ഓവർ ആവാന്ന് വിചാരിച്ചു. അതെന്താണെന്ന് അറിയണമെങ്കിൽ വീഡിയോ അവസാനം വരെ കാണണം. ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ സ്ത്രീകൾക്ക് പ്രായമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ കെയറോ നമ്മളുടെ ഹെൽത്തോ ഇതൊന്നും സ്കിന്നും ഒന്നും കെയർ ചെയ്യില്ല. ഇന്ന് നമ്മൾക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോണത്. എൻ്റെ സെൽഫ് കെയർ ഡേ ആണ്. മുടി ഇപ്പം ഞാൻ ട്രിം ചെയ്തു. ഇനി ഈ കാണുന്ന നരയുണ്ടല്ലോ, അതിനൊക്കെ ഒന്ന് കറുപ്പിക്കണം. അടുത്തത് അതാണ് പരിപാടി. ഹെയർ കെയറിന്റെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ സ്കിൻ കെയർ. 40 വയസ്സ് കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ എന്തിനാ സ്കിന്നൊക്കെ നോക്കണമെന്ന് വിചാരിച്ചിരുന്നാൽ ഇന്നത്തെ കാലത്ത് ശരിയാവില്ല. ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്ട്സിന്റെ പേരൊക്കെ താഴെ ലിങ്കിൽ ഇടാം കേട്ടോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാട്ടാ. ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഒരു ചാർക്കോൾ മാസ്ക് ആണ്. മാസ്ക് ഉപയോഗിക്കുന്നതേ നമ്മുടെ മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കളയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ മുഖത്ത് ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇതേ ഒരു പീൽ ഓഫ് മാസ്ക് ആണ്. ഇത് മുഖത്തിട്ട് കഴിഞ്ഞ് ഉണങ്ങി കഴിയുമ്പോൾ നമ്മളത് പൊളിച്ചിട്ട് കളയും. ഇന്ന് എനിക്ക് ഈ മാസ്ക് ഒക്കെ ഇട്ട് തരാൻ പോണതേ എന്റെ മോളാണ് കേട്ടോ. കാരണം നമുക്ക് വീഡിയോ എടുക്കണ്ടേ. പിന്നെ ഈ പ്രോഡക്ട്സ് ഒന്നും ഞാൻ കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല കേട്ടോ. എന്റെ മോൾക്ക് കമ്പനിക്കാരെ അയച്ചു കൊടുക്കണം. മുക്കിന്റെ അവിടെയും ഈ താടിയുടെ ഈ അടിവശത്തോടെ കൂടുതൽ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും വരുന്നത്. അപ്പൊ ഞാൻ അവിടെ ഇപ്പൊ അത് ഇടാൻ പോകുന്നത്. ഈ മാസ്ക് നല്ലതായിട്ട് ഉണങ്ങണ വരെ വെക്കണം കേട്ടോ. ഇതേ ഒരു സ്പെഷ്യൽ മാസ്ക് ആണ് കേട്ടോ. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച റോസ പൊടിയാണ്. പിന്നെ ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ മെയിൻ ആയിട്ടുള്ളതൊക്കെ ഞാൻ ലിങ്കിൽ ചേർക്കാം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ചിരി വരുന്നുണ്ടാവും അല്ലേ? അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മാസ്ക് ഇട്ട് കഴിഞ്ഞു. ഇത് അധികം ഹാർഷ് ആയിട്ടുള്ള മാസ്ക് അല്ല കേട്ടോ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മുഖത്ത് പാക്ക് ഇടുമ്പോൾ ആ സെയിം പാക്ക് തന്നെ നമ്മുടെ കഴുത്തിലും താടിയും ഒക്കെ ഇടാൻ ചെയ്യണം. അല്ലെങ്കിൽ രണ്ട് കളറായിട്ടിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇതെല്ലാവരും പറയുന്ന പോലെ പാൽവെള്ള കളറാവാനൊന്നും അല്ല കേട്ടോ. നമ്മളുടെ സ്കിന്നിന് നല്ല സോഫ്റ്റ് ആവാനും നല്ല ഗ്ലോ കിട്ടാനും ഉള്ളതാണ്. അടുത്തതായിട്ടേ ഹെയർ കളറിംഗ് ആണ്. അത് ഞാൻ നിങ്ങളാരും കാണിക്കുന്നില്ല, നോർമൽ എല്ലാവരും ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ മാസ്ക് ഒക്കെ ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും കാണാം. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മുടിയൊക്കെ നല്ലോണം കത്തട്ടില്ലേ? മുഖത്തിന് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒരു അരമണിക്കൂർ തന്നെങ്കിലും നമ്മുടെ സ്കിൻ കെയറിനും ഹെയർ കെയറിനൊക്കെ ആയിട്ട് നമ്മൾ മാറ്റി വെക്കണം. അതിനൊരു മടി വിചാരിക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇനിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം. ബൈ.